ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് വരെ എനിക്ക് നൽകിയ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഇന്ന് നമുക്ക് കൃഷ്ണനൊപ്പമുള്ള 5 രസങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. ആത്മീയ ഗുരുവിൻ്റെ സുതാര്യമായ മാധ്യമത്തിലൂടെ പരമപുരുഷൻ തൻ്റെ അതീന്ദ്രിയ ആത്മീയ സ്വഭാവത്തിൽ എല്ലായിടത്തുമുണ്ടെന്നും ജീവജാലങ്ങൾക്ക് ഭഗവാനുമായുള്ള ബന്ധം പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലായിടത്തും ഈ ഭൗതിക ലോകത്തിൽ പോലും ഉണ്ടെന്നും മനസ്സിലാക്കണം. ആത്മീയ ലോകത്ത് പരമാത്മാവുമായി 5 തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ശാന്തം, ദാസ്യം, സഹ്യം, വാത്സല്യം, മാധുര്യം. ഈ രസങ്ങളുടെ വികലമായ പ്രതിഫലനങ്ങൾ ഭൗതിക ലോകത്തിൽ കാണപ്പെടുന്നു. ഭൂമി, വീട്, ഫർണിച്ചർ, മറ്റ് നിഷ്ക്രിയ ഭൗതിക വസ്തുക്കൾ എന്നിവ ശാന്തരസത്തിൽ അല്ലെങ്കിൽ നിഷ്പക്ഷവും നിശബ്ദവുമായ ഇന്ദ്രിയത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം ദാസന്മാർ ദാസ്യബന്ധത്തിൽ പ്രവർത്തിക്കുന്നു. സുഹൃത്തുക്കൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സഖ്യം എന്ന് വിളിക്കുന്നു. മാതാപിതാക്കളുടെ കുട്ടികളോടുള്ള വാത്സല്യം വാത്സല്യം എന്ന് വിളിക്കുന്നു. ദാമ്പത്യ സ്നേഹത്തിൻ്റെ കാര്യങ്ങളാണ് മാധുര്യം. ഭൗതിക ലോകത്തിലെ ഈ 5 ബന്ധങ്ങളും ആദ്യമവും ശുദ്ധവുമായ വികാരങ്ങളുടെ വികലമായ പ്രതിഫലനങ്ങളാണ്. അവയെ മനസ്സിലാക്കുകയും ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം പരമദിവ്യോത്തമ വ്യക്തിത്വവുമായുള്ള ബന്ധത്തിൽ പരിപൂർണമാക്കുകയും വേണം. ഭൗതിക ലോകത്ത് വികലമായ രസങ്ങൾ നിരാശ കൊണ്ടുവരും. ഈ രസങ്ങൾ ഭഗവാൻ കൃഷ്ണനുമായി പുനഃസ്ഥാപിക്കപ്പെടാൻ ഫലം ശാശ്വതവും ആനന്ദകരവുമായ ജീവിതമായിരിക്കും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തമ്പുരാൻ നിങ്ങൾക്ക് ധാരാളം ആയുസ്സും ആരോഗ്യം, വിദ്യ, ബുദ്ധി, സമ്പത്ത് എന്നിവയെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും പ്രാർത്ഥിക്കുന്നു.